ചിരവിയതാണ് കേട്ടോ. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ അളവിലെടുക്കാം. അപ്പോൾ എത്രമാത്രം എലിശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അതിനകത്ത് ഇടാനായിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്വല്പം ബേക്കിംഗ് പൗഡർ ഉണ്ടോ, നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഞാൻ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അളവ് കുറയാൻ പാടില്ല, ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് കുറയാൻ പാടില്ല, അതിനനുസരിച്ച് നിൽക്കണം ഇതിൻ്റെ അകത്തോട്. അതേപോലെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് ഒരു നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് മണം ആകർഷിച്ചിട്ട് ഇത് വരും, തേങ്ങയുടെയും അതേപോലെ മാവിൻ്റെയും മണം. ഇനി ഇതിനായിട്ട് നല്ലൊരു എഫക്റ്റാണ് ഇതിനെ. കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാർപ്പിക്കും അതേപോലെ ബേക്കിംഗ് പൗഡറാണ് ഇതിനകത്ത് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒന്നുമില്ല. അതേപോലെ മണത്തിന് വേണ്ടിയിട്ടാണ് തേങ്ങയും ഗോതമ്പ് പൊടിയും. എന്തായാലും നമ്മൾ കടയിൽ നിന്നൊക്കെ വിഷം മേടിച്ച് നമ്മൾ മാവിനകത്ത് അല്ലെങ്കിൽ പഴത്തിനകത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും അത് അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പാടായിരിക്കും. കാരണം അതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കി ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എലിയെ, നമുക്ക് പല്ലിയെയും പാറ്റ എല്ലാത്തിനും ഒന്നിച്ച് തുരത്താം. അപ്പോൾ ഞാൻ ഇതേപോലെ കുഴച്ച് ഉരുളയൊന്നും ആക്കുന്നില്ല. നമുക്ക് ഇതേപോലെ തന്നെ പേപ്പറിനകത്തോട്ട് തട്ടി നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് പല്ലിക്കൊക്കെ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ പുറത്ത് പെരിച്ചാടി, അതുപോലെ വലിയ എലി ചെറിയ എലി എല്ലാം ഒന്നിച്ച് വന്ന് കഴിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ എവിടെയാണ് നമുക്ക് എലിയും പല്ലിയൊക്കെ ശല്യം കൂടുതൽ അവിടെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ലൈസോളാണ് എടുക്കുന്നത്. അത് കുറച്ച് മാത്രം എടുക്കുക. നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് ഉറുമ്പ് പാറ്റ പല്ലി എല്ലാം ചത്തുപോകും. അതേപോലെ വിനിഗർ, അതേ അളവിൽ തന്നെ വിനിഗർ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ വെള്ളം കൂടെ എടുക്കുക. വെള്ളം കൂടി പോകാൻ പാടില്ല, കാരണം അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു പോകും. എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും അതേപോലെ നമുക്ക് ഡൈനിങ് ടേബിൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇത് വെച്ചൊന്ന് തുടച്ചിടുക, നല്ലതാണ്. കാരണം ഈ പല്ലിയൊക്കെ വന്ന് രാത്രി മേയാറുണ്ട്, അവിടെ മൊത്തവും വേസ്റ്റൊക്കെ കിടന്നിട്ട് അതൊക്കെ വന്ന് നക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ശല്യം ഇല്ലാതാവും കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് തന്നെ പല്ലി പാറ്റ എലി എല്ലാം ഒന്നടങ്കം നമുക്ക് നശിപ്പിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇത് നല്ലൊരു പതയാണ് ഇത് കേട്ടോ, നമ്മളിതേപോലെ സ്പ്രേ ചെയ്യുമ്പം. അപ്പോൾ അത് വെച്ച് ആ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ് വിനിഗറും അതേപോലെ ഈ ഒരു ലൈസോളും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും പല്ലി പാറ്റ ഉറുമ്പ് ഒരു ശല്യം കാണത്തില്ല കേട്ടോ. ഈച്ചി ആണെങ്കിൽ പോലും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സിങ്കിനകത്തും അതേപോലെ വാഷ് ബേസിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെയും അതിനകത്തുനിന്ന് വരുന്ന പാറ്റാക്കുഞ്ഞ് ഉറുമ്പ് കുഞ്ഞുങ്ങൾ ചെറിയ പ്രാണികളൊക്കെ ചത്തുപോകും. അതേപോലെ തന്നെ ബാത്റൂമിൽ അതിൻ്റെ ഹോളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്.